വെൽക്കം ബാക്ക് അഗൈൻ. ദിൽഷാദാണ്. മലയാളികളുടെ പ്രിയപ്പെട്ട യാത്രാ ബ്ലോഗറായിട്ടുള്ള ദിൽഷാദ് മിസ്സിംഗ് ആണ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിനുശേഷം ദിൽഷാദിനെ കുറിച്ചുള്ള എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒരുപാട് വീഡിയോകളും വാർത്തകളും ഒക്കെ ഫോളോ ചെയ്തു നോക്കി. അതിൽ ദിൽഷാദിനെ അറിയുന്നവരും അല്ലാത്തവരുമായ പലരും അദ്ദേഹത്തെക്കുറിച്ച് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിന് കാരണമുണ്ട്. കാരണം ഒരു മനുഷ്യനായിരുന്നു അയാൾ. മനുഷ്യനാണ് അയാൾ ചെയ്തിട്ടുള്ളതെല്ലാം മനുഷ്യത്വപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ഒരാളെ കുറിച്ച് അയാൾ മിസ്സിംഗ് ആണ് എന്ന് പറയുമ്പോൾ ആ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞതിൻ്റെ താഴെ വന്ന് കണ്ട് കമൻ്റ് ഇടുന്ന ചില കമൻറ്റുകളുടെ സത്യം പറഞ്ഞാൽ പെറ്റ തള്ള സൈക്കിള എന്ന് പറഞ്ഞൊരവസ്ഥയായി. ഇവനെയൊക്കെ പ്രസവിച്ചിട്ടുള്ള ആ തള്ളമാരി എത്ര ശാപവാക്ക് കേൾക്കുന്നുണ്ടാവും എന്ന് ഞാൻ ചിന്തിച്ച്. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ അതിലൊരാൾ കമൻ്റ് ഇടുന്നത് ഇന്ന് മയക്കുമരുന്നിന് MDMA കേസിലെ പ്രതി ഒഴികെ ബാക്കിയെല്ലാം ദിൽഷാദിനെ കുറിച്ച് പറഞ്ഞു വെച്ചു. ദിൽഷാദ് 6 ദിവസം മുമ്പാണ് ലാസ്റ്റ് ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത്. അത് മിക്കവാറും ഷെഡ്യൂളായിരിക്കും. കാരണം യാത്രക്കാരങ്ങനെയാണ്. അവർ നേരത്തെ കൂട്ടി ഷെഡ്യൂൾ ചെയ്ത് വെക്കും. എന്നിട്ട് ഒരാഴ്ചത്തേക്ക് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടാണ് ചെയ്യുക. പിന്നെ എഡിറ്റ് ചെയ്ത് അടുത്തൊരാഴ്ച ഷെഡ്യൂൾ ചെയ്യും. അതിങ്ങനെ വരികയാണ് ചെയ്യുക. ആസാമിലായിരുന്നു അവസാനം മിസ്സിംഗ് സമയത്ത് എന്നാണ് അറിയുന്ന വാർത്ത. കൊൽക്കട്ടയിൽ നിന്ന് നേരെ ആസാമിലെത്തിയെന്ന് പറയുന്നുണ്ട്. അതായിരുന്നു ലൊക്കേഷൻ എന്ന് പറഞ്ഞു. പോലീസിൽ പരാതി കൊടുത്തു എന്നും ആ ലൊക്കേഷനിലേക്ക് സുഹൃത്തുക്കളും ബന്ധുക്കളും വേണ്ടപ്പെട്ടവർ എല്ലാവരും അല്ല കുറച്ചുപേര് അങ്ങോട്ട് പോയിട്ടുണ്ട് എന്നും പോലീസ് അന്വേഷണം നടത്തിയെന്നും പറയുന്നുണ്ട്. ഏതായാലും MDMA കേസ് ഒഴികെ ബാക്കിയെല്ലാം ഈ കമൻറ്റോളികൾ അവൻ്റെ തലയിലെടുത്ത് വെച്ച് കൊടുക്കുകയാണ്. അതിൽ വന്നിട്ടുള്ള ഞാനത് കാണിക്കുന്നില്ല. കാണിച്ചിനി അവർക്കൊരു പ്രൊമോഷൻ കൊടുക്കുന്നില്ല. ഞാനത് ചെയ്യണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ എൻ്റെ വീഡിയോയ്ക്കും താഴെ വന്നിട്ട് വർഗീയ പരാമർശനം നടത്തുന്ന ചില ആൾക്കാർ അതിൻ്റെ താഴെ ചെന്ന് കമൻ്റ് എഴുതുമ്പോൾ ഇവർക്ക് മനുഷ്യജീവൻ എത്രയാണ് വില കൊടുക്കുന്നതെന്ന് ചിന്തിച്ചു വേണം. കാരണം ഒരു മനുഷ്യന് എന്ത് സംഭവിച്ചെന്ന് അറിയാൻ വയ്യ. മിസ്സിങ്ങാണ്. മാത്രമല്ല വല്ലാത്തൊരു പോസ്റ്റ് മുന്നിട്ടിട്ടുണ്ട്. ക്വിറ്റം എന്ന് പറഞ്ഞിട്ട്. അത് എന്തർത്ഥത്തിൽ ഇട്ടു എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഏതായാലും അതിനുശേഷം ആളെ കാണാനില്ല. അത് ലാസ്റ്റ് അപ്ഡേറ്റ് ആണത്. അയാളെ പറയുന്നത് പെണ്ണ് കേസിൽ മുങ്ങി എന്ന് പറയുന്നു. ദിൽഷാദ് പെണ്ണ് കേസിൽ മുങ്ങുമെന്ന് പറയുന്നത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. ദിൽഷാദ്, ഞാനൊരു സൈക്കോളജി അധ്യാപകനാണ്. ആ നിലയിൽ എന്തൂസിയാസ്റ്റ് എന്ന നിലയിൽ ഒരു വ്യക്തിത്വത്തിൻ്റെ എല്ലാ വിക്രസുകളും ദിൽഷാദിനുണ്ടാവും. അതായത് തമാശ പറയും, വിറ്റടിക്കും, കമൻ്റ് അടിക്കും, എല്ലാം ചെയ്യും. പക്ഷെ അത് വേണ്ടാത്ത രീതിയിലേക്ക് പോകുന്ന ഒരു വ്യക്തിത്വം അല്ല. ഒരാളെ കാണുമ്പം അത് തമാശ പറയുമല്ലോ. അപ്പം അത് ആ ദിൽഷാദിൻ്റെ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. ആ വീഡിയോയിലുടനീളം അയാളുടെ സംസാരം കേൾക്കുമ്പോൾ മനസ്സിലാവും. ആ സംസാരം അങ്ങനെയാണ്. അതിൻ്റെ ഒന്നുകൂടി കടന്ന വെർഷനാണ് നമ്മുടെ ബോബി ചെമ്മണ്ണൂരിൻ്റെ ചില സംസാരങ്ങളൊക്കെ ദ്വയാർത്ഥങ്ങളുള്ളതാണ്. ചേട്ടൻ്റെ പഴംപൊരി, മനസ്സിലായല്ലോ. ദിൽഷാദ് അങ്ങനെ അത്ര അങ്ങോട്ട് കടന്നെത്തൂല. ആ ഒരു ദ്വയാർത്ഥത്തിലേക്ക് എത്താതെ തന്നെ ആൾക്കാരെ ട്രോളിങ് കളിയാക്കിയും പിന്നെ നാടൻ സംസാരിച്ച് പോകുന്ന ആ ഒരു ലെവല്. അതാണ് എന്തൂസിയാസം എന്ന് പറയുന്നത്. അവരെ ഈ കെട്ടും പാണ്ടവും മുറുക്കിയിട്ട് ഇങ്ങനെ യാത്രയ്ക്ക് ഇറങ്ങുള്ളൂ. വേറെ ആരും ഇറങ്ങൂല. വേറൊരു ടീം ഇറങ്ങൂല. അതുകൊണ്ട് അത്തരത്തിലുള്ളൊരു ആരോപണം ഉന്നയിക്കുന്നവർ ഈ സംസാരമൊക്കെ കേട്ടിട്ടാണെന്നുണ്ടെങ്കിൽ അത് അവർ തെറ്റിദ്ധാരണയാണ്. നമ്മുടെ അറിവിൽപ്പെട്ടിടത്തോളം, അത് നമ്മളെ അറിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സുഹൃത്താണ് ദിൽഷാദാണ് സത്യത്തിൽ 2009 യൂട്യൂബ് ചാനൽ തുടങ്ങിയതാണ്. ഞാൻ യൂട്യൂബ് തുടങ്ങാൻ വേണ്ടിയിട്ടല്ല, അന്ന് തുടങ്ങി. പിന്നെ അതിനുശേഷം ഒരു പ്രൊമോഷനായിട്ട് ചെന്നപ്പോൾ സാബ് നിങ്ങൾ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് ഇളക്കി വിട്ടത് ഈ ദിൽഷാദാണ്. അതിനുശേഷം ഞാൻ ഡിഫറെൻ്റ് ആംഗിൾസ് എന്നുള്ള പേര് ചേഞ്ച് ചെയ്തിട്ട് ഞാൻ തുടങ്ങി. എനിക്കറിയാമല്ലോ എവിടെ എത്തി എന്നുള്ളത്, ഇപ്പോൾ യൂട്യൂബിൽ എവിടെ നിൽക്കുന്നു എന്നുള്ളത്. അതിൻ്റെ കാരണക്കാരൻ അവനാ. നിങ്ങൾക്കും അറിയാം. ഇപ്പം നമ്മൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ കാരണം ദിൽഷാദാണ്. അപ്പോൾ അയാളോടൊരു സഹായം ആരെങ്കിലും ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ചെയ്യാൻ കഴിയുന്നത് അയാൾ ചെയ്യും. എന്നോട് പറഞ്ഞത്, ഞാൻ പ്രൊമോഷൻ ചെയ്യാറുണ്ട്, ഞാൻ കാശും വാങ്ങാറുണ്ട്. നിങ്ങളിൽ നിന്ന് ഞാൻ കാശ് വാങ്ങിയിട്ട് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ഉപകാരം കിട്ടൂല. അവൻ അതാ ചിന്തിച്ചത്. കാശ് കിട്ടിയാൽ പ്രൊമോട്ട് ചെയ്യാന്നുള്ളതല്ല, റീച്ച് ചെയ്യില്ല എന്നുള്ളതല്ല. നിങ്ങൾക്ക് വേണ്ട ആൾക്കാരല്ല എൻ്റെ വ്യൂവേഴ്സ്, അതുകൊണ്ട് അത് നടക്കില്ല എന്ന് പറഞ്ഞു. അത് നല്ലത് നിങ്ങൾ തന്നെ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിനുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ രക്ഷപ്പെട്ടു പോയത്. ഉള്ളത് പറയാലോ.
എൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനമൊക്കെ അതുകൊണ്ട് അത്യാവശ്യം തരക്കേടില്ലാത്ത ലെവലിൽ ഇപ്പം നിൽക്കുന്നുണ്ട്. അവിടെ നിൽക്കട്ടെ. ഏതായാലും അങ്ങനെയുള്ള ഒരാളെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് പറയുന്നത് ഒന്ന്. പിന്നെ അവർ കുടുംബത്തെ കുറിച്ചാണ് പറയുന്നത്. കുടുംബത്തിൽ പ്രശ്നമുണ്ടായിരുന്നു, കുടുംബത്തിൽ എന്തൊക്കെയോ വിഷയങ്ങളുണ്ടായിരുന്നു, അതെനിക്കറിയില്ല. കുടുംബത്തിൽ എല്ലാവരുടെ കുടുംബത്തിലും പ്രശ്നങ്ങളുണ്ട്. അതുപോലെ എന്തെങ്കിലുമൊക്കെ അവരുടെ കുടുംബത്തിൽ ഉണ്ടാകാൻ സാധ്യതയുമുണ്ട്. കാരണം ചിലപ്പോൾ ഇനി ഈ യാത്ര ഇഷ്ടപ്പെടാത്ത കുടുംബമാണെങ്കിലോ, അല്ലെങ്കിൽ യാത്ര ഇഷ്ടപ്പെടാത്ത ഭാര്യയാണെങ്കിലോ, അല്ലെങ്കിൽ യാത്ര ഇഷ്ടപ്പെടാത്ത ഭാര്യ വീട്ടുകാരാണെങ്കിലോ അവർ സ്വാഭാവികമായിട്ട് എതിർക്കും. കാരണം എപ്പോഴും ഒരു ജോലിയോ കാര്യങ്ങളോ നോക്കി വീട്ടിൽ കുത്തിയിരുന്ന് ഇരിക്കേണ്ട ഒരാളാണ് എന്ന നിലയിൽ അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷെ ദിൽഷാദിനെ സംബന്ധിച്ചിട്ട് അത്തരത്തിലുള്ള ഒരു വിഷയവും ഉണ്ടെന്ന് തോന്നുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രയും ദീർഘമായ യാത്രകൾ ദിൽഷാദ് പോവില്ല. അന്നേ ഈ വിഷയമുണ്ടായേനെ. ആദ്യം ആഫ്രിക്കയിൽ പോകുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ആഫ്രിക്കയിൽ പോകുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആഫ്രിക്കയിലൊക്കെ ചെന്നിട്ട് ആദ്യത്തെ യാത്രയിൽ ചെല്ലുമ്പോൾ അയാള് ബൈക്കിലാണ് പോണത്. ആ ബൈക്കിൽ യാത്രേൻ്റെ ഇടയിൽ ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ ഒരു കുടിവെള്ളം ഇല്ലാത്തൊരവസ്ഥ. ഇവൻ കുപ്പിവെള്ളം എടുത്ത് കുടിക്കുമ്പോഴേക്ക് മറ്റൊരു നോക്കുന്ന ഒരു നോട്ടം, കൊതിയോടെ നോക്കുന്ന നോട്ടം. കാരണം സ്വപ്നമാണ് അവർക്ക്. തെളിഞ്ഞ കുപ്പിവെള്ളം എന്ന് പറഞ്ഞാൽ അവർക്ക് സ്വപ്നമാണ്. നമുക്ക് ഈ വെള്ളത്തിന്റെ നാട്ടിൽ കിടക്കുന്നത് നമുക്ക് അതിനെ കുറിച്ച് അറിയില്ല. അങ്ങനെ അവൻ ഗ്രാമങ്ങളിൽ കടന്നു ചെല്ലുമ്പോഴാണ് അവിടെ അനുഭവിക്കുന്ന ജീവിത ദുരിതം, അതായത് ഒരു തുള്ളി വെള്ളം കിട്ടാതെ നിലവിളിക്കുന്ന ജനതയെ അവൻ കാണുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ജനതയ്ക്ക് തന്നാൽ കഴിയുന്നത് എന്തെങ്കിലും ചെയ്യണം എന്ന ഒരു ഉദ്ദേശത്തോടെയാണ് രണ്ടാമത് ധാരം കൊണ്ടുപോകാൻ പോണത്. ആ പോണ പോക്കില് ഒരുപാട് കിണറുകൾ കുഴിച്ചു. അതിൽ ഒരു കിണർ വളരെ പ്രശസ്തമാണ്, ലോക പ്രശസ്തമാണ്. മലയാളികളുള്ള മുഴുവൻ സ്ഥലങ്ങളിൽ മാത്രമല്ല, ആഫ്രിക്കൻ മീഡിയകളും അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. കേരളത്തിൽ നിന്ന് ഒരു മലയാളി ചെന്ന് കുഴിച്ചു കൊടുത്തിട്ടുള്ള, സ്വന്തം കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് കുഴിച്ചിട്ടുള്ള, ചാരിറ്റി ഒന്നുമല്ല, മറ്റേ ഈ ഫണ്ട് റൈസിങ് അങ്ങനെയൊന്നുമല്ല, സ്വന്തം കയ്യിൽ നിന്ന് എടുത്ത് ചെലവഴിച്ചു കൊടുത്തിട്ടുള്ള ആ കിണറിനെ കുറിച്ച് നിങ്ങൾക്കും അറിയാം. ദിൽഷാദിന്റെ ചാനലിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒരു സ്കൂളിൽ ചെന്നപ്പോഴത്തേക്ക് ആ സ്കൂളിലെ കുട്ടികൾ ഓരോ ദിവസവും ഓരോ ക്ലാസ്സിലെ പെൺകുട്ടികൾ വെള്ളം കൊണ്ടുവരണം. കിലോമീറ്ററുകൾ ദൂരെ പോകണം വെള്ളം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ആ സിലബസ് തന്നെ മാറ്റിമറിച്ചത്. അതിൻ്റെ ആ സ്കൂളിന്റെ പരിസരത്ത് തന്നെ ഒരല്പം മാറി വെള്ളം കിട്ടുമെന്ന് തോന്നിയ ഒരു സ്ഥലത്ത് നല്ല ഒരു കിണർ കുഴിച്ചു, വെള്ളം കിട്ടി. അത് ഒരു മോട്ടറൊക്കെ വെച്ച് പിന്നെ പൈപ്പ് കണക്ഷൻ എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്ത് ആ സ്കൂളിന്റെ സിലബസ് തന്നെ മാറ്റിമറിച്ച കഥ. ആ കുട്ടികളുടെ സ്നേഹം, അവരുടെ ദിൽഷാദിന്റെ കണ്ണ് നിറയുന്നതൊക്കെ അതിനകത്ത് ആ വീഡിയോയിലുണ്ട്. കാരണം അത്രത്തോളം മനുഷ്യപ്പറ്റുള്ള ഒരാളാണ്. അപ്പൊ ഇത്തരത്തിൽ യാത്ര ചെയ്യുന്ന ഇതൊക്കെ കാണുന്ന ഒരു വീട്ടുകാർ അവനെ നിരുത്സാഹപ്പെടുത്തൂല എന്ന് നമുക്ക് ഉറപ്പാണ്. അവന്റെ പാഷനാണ് അതെന്ന് മനസ്സിലായിക്കൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാനാണ് സാധ്യത എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ എന്തൊക്കെയോ ചില ബിസിനസ് തുടങ്ങാനുള്ള ഇതിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. കാര്യം ബ്ലോഗേഴ്സ് കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും കുറച്ച് ഫണ്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ബിസിനസ് തുടങ്ങുന്നുണ്ട്. പക്ഷെ ദിൽഷാദിനെ സംബന്ധിച്ച് ഫണ്ട് ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. കാരണം ചാരിറ്റി കുറച്ച് കൂടുതലായിരുന്നു. കേരളത്തിൽ തന്നെ ചില വനാന്തരങ്ങളിലുള്ള ആദിവാസി കോളനികളിലും അതുപോലെ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ഥലത്തുമൊക്കെ ഈ വോട്ടിന് വേണ്ടി മാത്രം നമ്മുടെ രാഷ്ട്രീയക്കാർ തിരിഞ്ഞു നോക്കുന്ന സ്ഥലത്ത് അവിടെയൊക്കെ വെളിച്ചമെത്തിക്കാനും വെള്ളമെത്തിക്കാനും ഒക്കെ വേണ്ട കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ അവരുടെ പെരകെട്ടി മേയാനും അടച്ചുറപ്പുള്ള സ്ഥലം ഉണ്ടാക്കാനും വേണ്ടിയിട്ടൊക്കെ ഒത്തിരി കാര്യങ്ങൾ ദിൽഷാദ് ചെയ്തതായിട്ട് എനിക്കറിയാം. അത്തരത്തിലുള്ള ഒരു മനുഷ്യസ്നേഹിയായ ഒരാളെ കുറിച്ച് ആള് പെണ്ണ് കേസിൽ പെട്ടതാണ്, അല്ലെങ്കിൽ കുടുംബം ആട്ടിയിറക്കി വിട്ടതാണ്, കുടുംബത്തിൽ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന്. ഞാൻ ഓരോന്നും പറയുന്നില്ല, അവനെ കുറിച്ച് പറയാൻ എനിക്ക് പ്രയാസമുണ്ട്. മയക്കുമരുന്ന് MDMA കേസ് ഒഴികെ ബാക്കി എല്ലാം ഈ കമന്റുകൾ എടുത്തു വെച്ചു കൊടുക്കണം. ദിൽഷാദ് എന്ന ഒരൊറ്റ പേര് കാരണം എന്തൊരു കഷ്ടമാണെന്നാണ് ആലോചിക്കും. നമുക്കൊക്കെ വളരെ പ്രയാസമുണ്ട്. ഇങ്ങനെ ഒന്നും പറയരുത്. കാരണം നമ്മൾക്ക് മനുഷ്യന്മാരല്ലേ. നാളെ നമ്മൾ എവിടേക്കാണ് വീണ് കിടക്കുന്നതെന്ന് വല്ലതും പറയാൻ പറ്റും? ഒന്നും പറയാൻ പറ്റൂലെന്നേ. ഒരു കാലത്ത് നമ്മളൊക്കെ ഇതുപോലെ ഞാനൊക്കെ ഇതുപോലെ യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ്. ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഒരു ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് ആ സമയത്ത് രാത്രി 2 മണിക്ക് ആ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി, അവസാന ബസ്സായിട്ട് അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ട് പോകാൻ വഴിയില്ലാതെ, പോകാൻ ഒരാളില്ലാതെ, എന്ത് ചെയ്യാൻ ഒരാളെയും പരിചയമില്ലാതെ ആ ബസ് സ്റ്റാൻഡിൽ ഒരു ബെഞ്ചിൽ ഞാൻ കിടന്നുറങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഞാൻ അതുവഴി പോകുമ്പോൾ അന്ന് ഞാൻ കിടന്നുറങ്ങി ആ ബെഞ്ചിൽ ചെന്ന് ഒരു 5 മിനിറ്റ് ഇരിക്കും. എന്നിട്ട് ആ രാത്രി ഞാനൊന്ന് ഓർക്കും. അതുപോലുള്ള എത്രയോ അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ആരാണ് നമുക്ക് ഒരു സഹായം കിട്ടുന്നത്? നമ്മളൊന്ന് വഴിയിലായിപ്പോയി, ഒരു നുറുക്ക് വെള്ളം നമുക്ക് തരുന്ന ആരാണ്?
അല്ലെങ്കിൽ ഒരു ബ്ലഡിന്റെ ആവശ്യം വന്നു, ആരുടെ ചോരയാണ് നമ്മളിലേക്ക് വരുന്നത്, ഇതൊന്നും നമുക്ക് അറിയില്ല. അവിടെ ഹിന്ദുവിന്റെ ചോരയാണോ മുസ്ലിമിന്റെ ചോരയാണോ അതൊന്നും നോക്കിയിട്ടല്ലല്ലോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരാൾ നമുക്ക് മലയാളികൾക്ക് പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ഒരാൾ മിസ്സിങ് ആകുമ്പോൾ ഇങ്ങനെയൊന്നും പറയരുത്, ഒരിക്കലും പറയരുത്. ഒരു മനുഷ്യന്മാർക്ക് ചേർന്ന പണിയല്ല, ആരും പറയരുത്. ദിൽഷാദിന്റെ ഒരു ഇൻട്രോ ഉണ്ട്, വെൽക്കം ബാക്ക് അഗൈൻ ദിൽഷാദ് ആണെന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? ആ പറച്ചിൽ പറഞ്ഞോളൂ, ദിൽഷാദ് നമ്മുടെ കൂട്ടത്തിൽ തന്നെ തിരിച്ചെത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അതാണ് നമ്മൾ മലയാളികൾ ആഗ്രഹിക്കുന്നത്. എന്തു പറ്റിയെന്ന് നമുക്കറിയില്ല, മിസ്സിംഗ് ആണെന്ന് മാത്രമേ അറിയുള്ളൂ. ജീവനും അപകടമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അസാമിലാണ് എന്നുണ്ടെങ്കിൽ അസാമിൽ ചില പ്രത്യേക സാഹചര്യങ്ങളാണ്. ഇപ്പോൾ വെള്ളപ്പൊക്കമുണ്ട്, മറ്റു പല സാഹചര്യങ്ങളുണ്ട്. അതിനിടയിലെങ്ങാനും പെട്ടതാണോ, ഇനി അങ്ങോട്ട് അത്തരത്തിലുള്ള വലിയ ഒരു സാഹചര്യത്തിലേക്ക് കടന്നു പോകുന്നത് കൊണ്ട് അഡ്വാൻസ് ആയിട്ട് ക്വിറ്റ് എന്ന് എഴുതിയിട്ടിട്ട് പോയതാണോ, പറയാൻ പറ്റൂലല്ലോ. കാര്യം എന്ത് സംഭവിക്കുക, ഇയാൾ അങ്ങനെയുള്ള സാഹസിക വരകൾ പൊയ്ക്കളയും. അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ജീവൻ പോലും പണയം വെച്ചിട്ടാണ് കയറി പോണത്. അതുകൊണ്ടൊരു പോസ്റ്റ് ഇട്ട് പോകുമ്പോൾ അങ്ങനെ വല്ലതും ആയതാണോ, ഇനി അതെല്ലാം മറ്റാരെങ്കിലും അങ്ങനെ ഇട്ട് പോയപ്പോൾ ഇയാളെ തടഞ്ഞു വെച്ചതാണോ, അതിനുള്ള സാധ്യതയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ പല സാധ്യതകളുമുണ്ട്. ഏതായാലും ദിൽഷാദ് അവസാനം കോണ്ടാക്ട് ചെയ്ത ലൊക്കേഷനിലേക്ക് വേണ്ടപ്പെട്ടവർ പുറപ്പെട്ടിട്ടുണ്ട്. പോലീസും നല്ല രീതിയിൽ അതിൻ്റെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ വെൽക്കം ബാക്ക് അഗൈൻ ദിൽഷാദാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദിൽഷാദ് മടങ്ങി വരും. അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നത് ഞങ്ങളെപ്പോലുള്ള കുറേ മനുഷ്യർ. എനിക്ക് അയാൾ വളരെ ഒരു ഉപകാരിയായിരുന്നു. മടങ്ങി വന്ന് വീണ്ടും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു. ആഫ്രിക്കയിലെ അതുപോലെ ഇന്ത്യയിലെ കേരളത്തിലെ മനുഷ്യരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു മനുഷ്യ സ്നേഹം തൊട്ടറിഞ്ഞിട്ടുള്ള സമൂഹം, അവരെത്ര പേര് ഇയാൾ മിസ്സിംഗ് ആണെന്ന് അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഏതായാലും അവരും ഇതറിയുമെന്നുണ്ടെങ്കിൽ മനസ്സുരുകി ദിൽഷാദിന്റെ തിരിച്ചുവരവിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഉറപ്പാണ്. വെൽക്കം ബാക്ക് അഗൈൻ ദിൽഷാദാണ്.